കുടുംബയോഗങ്ങളിൽ പങ്കെടുത്താണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ന്യൂനപക്ഷ രാഷ്ട്രീയമാണ് മണ്ഡലത്തിലെ പ്രധാന പ്രചാരണ വിഷയം. BJPയെയും കോൺഗ്രസിന്റെ അവസരവാദ നിലപാടുകളെയും വിമർശിച്ചാണ് പ്രചാരണം. കോഴിക്കോട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എളമരം കരീം പ്രചാരണത്തിന് കുടുംബയോഗങ്ങളെയാണ് ആശ്രയിക്കുന്നത്. 15-20 മിനിറ്റ് നീളുന്ന പ്രസംഗം, പറയുന്നത് കൃത്യമായ രാഷ്ട്രീയം. പ്രധാന പ്രചാരണായുധം ന്യൂനപക്ഷ സമുദായ വിഷയങ്ങൾ. ആദ്യം പൗരത്വ നിയമ ഭേദഗതിയും പിന്നാലെ മുത്തലാഖും. പൗരത്വം നൽകുന്നതിൽ ഒരു മതത്തെ ഒഴിവാക്കിയത് എന്തിനെന്ന ചോദ്യം. ഇന്ത്യൻ പൗരത്വത്തിന്റെ മാനദണ്ഡം മതം എന്ന നിലയിലേക്ക് മാറി. അതൊരു വളരെ അപകടകരമായ ഒരു സൂചന. മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് പൗരത്വം നൽകാം എന്നാണ് നിയമത്തിലെ വ്യവസ്ഥ. അതെന്തിനാണ് ഒരു മതക്കാരെ മാത്രം ഒഴിവാക്കിയത്? മുത്തലാഖ് നിരോധന നിയമം കൊണ്ടുവന്നു. സ്ത്രീകളെ വിവാഹമോചനം ചെയ്ത് അനാഥകളാക്കുന്നതിനോട് ആർക്കാ യോജിപ്പുള്ളത്? അപ്പൊ മുസ്ലിം പുരുഷന്മാർ തലാഖ് ചൊല്ലുന്നതിന് നിയന്ത്രണം കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാൻ നിയമം ഉണ്ടാക്കി. അതെന്ത് ന്യായം? BJPയെ ശക്തമായ ഭാഷയിൽ വിമർശിക്കും. BJPയുടെ ഭിന്നിപ്പിന്റെ വിനാശകരമായ നിലപാടുകൾ എതിർക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല. കോൺഗ്രസിന്റെ അവസരവാദ നിലപാടുകൾ BJPക്ക് അനുകൂലമാകുന്നു. ലോക്സഭയിൽ നിലപാട് പറയാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് പ്രസംഗം അവസാനിപ്പിക്കും. പിന്നെ അടുത്ത കുടുംബസംഗമത്തിലേക്ക്. 10ഓളം കുടുംബസംഗമങ്ങളാണ് ഓരോ ദിവസവും. വോട്ടർമാരുമായി കൂടിക്കാഴ്ചയ്ക്കും സംവദിക്കാനും സ്ഥാനാർത്ഥിക്ക് ഇതിലൂടെ കഴിയും. റിപ്പോർട്ടർ, കോഴിക്കോട്.